ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അപേഷ് ജോസഫ്. AJ അച്ചായനും പിള്ളേരും എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ട്, അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് എനിക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പം 2-3 ദിവസമായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര മഴയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലായിടത്തും റോഡുകളിലേക്കൊക്കെ വെള്ളം കയറി നല്ല വെള്ളക്കെട്ടൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ എന്നാന്ന് വെച്ചാൽ ഇവിടെ കുറേ വണ്ടികൾ വെള്ളത്തിലൂടെ പോയിട്ട് വണ്ടി കേടായി നിൽക്കുന്നു, സ്കൂട്ടറുകളൊക്കെ കേടായി നിൽക്കുന്നു. അപ്പം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. വെള്ളത്തിലൂടെ എങ്ങനെ വണ്ടി ഓഫ് ആവാണ്ട് സുഗമമായിട്ട് നമുക്ക് വണ്ടി കേടാക്കാണ്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ സന്തോഷേട്ടനുണ്ട്, ഇവിടെ വർക്ക്ഷോപ്പിലെ ചേട്ടനാണ്. അപ്പം നിങ്ങളിപ്പം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് വണ്ടിയായിട്ട് വരിക, നിങ്ങളുടെ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ വെള്ളം, ഈ റോഡിലൊക്കെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ആരെങ്കിലും ആ പ്രദേശവാസികളോട് ചോദിക്കുക, ഇവിടെ വെള്ളം വണ്ടി താണു പോകുമോ, വണ്ടി പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്റ്റി. ഇനി ഈ നമ്മുടെ വണ്ടികളുടെയൊക്കെ ടയറിൻ്റെ മേലേക്ക് വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ യാത്ര ചെയ്യുന്ന ഒഴിവാക്കുക. ഒരു 10-15 കിലോമീറ്റർ കറങ്ങി പോകുന്നതായിരിക്കും ഏറ്റവും സേഫ്, വണ്ടിക്കും സേഫ്. അതാണ്. എൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാം, ഫ്രണ്ടിൽ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഒരു ബസ് വരുന്നുണ്ട്, നമുക്ക് കാണാം, അകലേന്ന് ഒരു ബസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടി ചെറുവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബസ് അല്ലെങ്കിൽ വലിയ വെഹിക്കിൾസ്, ഹെവി വെഹിക്കിൾസ് വരുന്നത് ആ വണ്ടി പോകട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ആ വണ്ടി വരുമ്പോൾ അതിൻ്റെ അലകൾ നമ്മുടെ എഞ്ചിൻ റൂമിലേക്കൊക്കെ വെള്ളം കയറാനും നമ്മുടെ വണ്ടി ഓഫായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ജസ്റ്റ് പോട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വലിയ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഒതുങ്ങി കൊടുത്ത് ആ വണ്ടി പോട്ടെ എന്ന് വെക്കുക, എന്നിട്ട് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകാൻ നോക്കുക. നമ്മളപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ കുറച്ച് പൊക്കിയിട്ടുണ്ട്, AC ഇട്ടില്ല, ജസ്റ്റ് മാക്സിമം പൊക്കിയിട്ടുണ്ട്. ഈ വെള്ളം അടിച്ച് കയറുവാണ്, ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാനായിട്ടാണത്. പിന്നെ നമ്മൾ നൈസ് ആൻഡ് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഓഫ് ആവാതെ നൈസ് ആൻഡ് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മളൊരു ആവറേജ് സ്പീഡിന് മേലെ വെള്ളത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതിൻ്റെ ഈ ബമ്പറിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ പ്ലേറ്റ് അത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഊരിപ്പോയ നമ്പർ പ്ലേറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. അതുകൂടാതെ എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള ലിപ്പുകളും, കാറിൻ്റെ ലിപ്പ്, പിന്നെ ഫ്രണ്ട് സ്കട്ടിങ്ങൾ, ഇതൊക്കെ ഊരി വെള്ളത്തിലൂടെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബൈക്കൊക്കെ വെള്ളക്കെട്ടിലൂടെ പോകുമ്പോൾ ബൈക്ക് ഓഫായി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ, വെള്ളത്തിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കരുത്. വണ്ടി ഓഫായിട്ട് തള്ളിക്കൊണ്ട് വെച്ചിട്ട് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിനിൽ വെള്ളം കയറി മൊത്തം അടിച്ച് പുകയായി പോകും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക. താങ്ക് യു.